ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്നു മുതൽ ഈ രാശിക്കാർക്ക് ഭാഗ്യകാലം. നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാകും. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളാണ്. ഈ രാശിക്കാരായ നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. 7 ദിനം ഈശ്വര കടാക്ഷം ഈ രാശിക്കാർക്കൊപ്പമുണ്ടാവും. മെയ് മാസത്തിലെ 3-ാമത്തെ ആഴ്ച തുടങ്ങി. ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ആഴ്ച കൂടിയാണ്. ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഈ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ സമ്മാനിക്കും. ഇവർ എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും ജീവിതത്തിൽ വിജയത്തോടെ മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായും ഇവരുടെ സമയം വളരെ ഉന്നത നിലയിലായിരിക്കും. അടുത്ത 7 നാൾ ഈശ്വരന്റെ അനുഗ്രഹം കടാക്ഷിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന പാദം, പൂയം ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ശുഭകരവും പ്രയോജനപ്രദവുമാണ്. ഈ ആഴ്ച നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികളെല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അകൽച്ച ഒഴിവാക്കുവാൻ സാധിക്കും. ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി സ്ഥലത്ത് സംതൃപ്തരായിരിക്കും. ഉദ്യോഗ കയറ്റം, ആഗ്രഹിച്ച സ്ഥലത്ത് സ്ഥലം മാറ്റം എന്നിവ സഫലമാകുന്നതാണ്. ആഴ്ചയിലുടനീളം നിങ്ങളുടെ ഉത്സാഹവും ധൈര്യവും വളരെയധികം വർദ്ധിക്കുന്നതായും കാണാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബിസിനസ്സിൽ വലിയ ലാഭം വന്നു ചേരുന്നതാണ്. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനോ ബിസിനസ്സിനോ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനത്തിൽ അധിക വരുമാനം നേടുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് തികച്ചും അനുകൂലമായിരിക്കും. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും വന്നുചേരും. കുടുംബാംഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രണയബന്ധത്തിൽ അടുപ്പവും സന്തോഷവും വളരെയധികം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുകയും ചെയ്യും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം, ആദ്യകാൽ. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഈ ആഴ്ച നിങ്ങൾക്ക് ബന്ധുഗുണങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും ഭാഗ്യവും ലഭിക്കും. കുറച്ചു കാലമായി ചില പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാണെങ്കിൽ സ്വാധീനമുള്ള ചില വ്യക്തികളുടെ സഹായത്തോടെ ഈ ആഴ്ച നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനാകും. കോടതി കേസുകളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി വരും. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ജോലിക്കാർക്ക് പ്രമോഷനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുചേരും. എല്ലാവരോടും പൂർണ്ണ സഹകരണവും പിന്തുണയും ലഭിക്കുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം പോസിറ്റീവ് ചിന്തകൾ വന്നുചേരും. പഠന അധ്യാപന മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. ആഴ്ചയുടെ അവസാനത്തോടെ വിദ്യാർത്ഥികൾക്ക് ചില നല്ല വാർത്തകൾ വന്നുചേരും. കുടുംബ സന്തോഷം വളരെയധികം മികച്ചതായിരിക്കും. സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ തീവ്രത ഉണ്ടാകും. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായുള്ള ബന്ധം വളരെയധികം ശക്തമാവുകയും ചെയ്യും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തോടെ തുടരുന്ന സമയമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി. കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത്. തൊഴിലിൻ്റെയും ബിസിനസ്സിൻ്റെയും പുരോഗതിക്കായി നടത്തുന്ന ശ്രമങ്ങൾ വിജയകരമായി തീരും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിക്കുന്നതാണ്.
പൊതുവെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടെ നിങ്ങൾക്ക് നല്ല ചില വാർത്തകൾ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും നിങ്ങൾക്ക് വളരെയധികം വിജയകരമായി തീർക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിക്കാർക്ക് അവരുടെ ജോലി സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും വളരെയധികം പിന്തുണയും സഹായവും ലഭിക്കും. നിങ്ങളുടെ ജോലി മാറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആഴ്ച എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് നല്ല ജോലി വാഗ്ദാനമായി ലഭിച്ചേക്കാം. സാമ്പത്തികമായി ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരിക്കും. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ വരുന്ന ആഴ്ച വളരെയധികം അനുകൂലമായിരിക്കും. ബന്ധുക്കളുമായുള്ള സ്നേഹവും ഐക്യവും അചഞ്ചലമായി നിലനിൽക്കുകയും ചെയ്യും. പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതവും വളരെയധികം സന്തോഷകരമായി നിലനിൽക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ സാധാരണ നിലയിൽ തന്നെ തുടരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ധനു രാശിക്കാർക്ക് ഈ വരുന്ന ആഴ്ച വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ജോലികൾ പൂർണ്ണ ഉത്സാഹത്തോടെ നിർവഹിക്കുന്നതായി കാണാം. ഈ ആഴ്ച ഒരു നല്ല സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെയോ ചില വലിയ ജോലികൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുവാനിടവരും. എഴുത്ത്, ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം വിജയം കൈവരിക്കുവാൻ കഴിയും. സാമ്പത്തികമായി ഈ ആഴ്ച നിങ്ങൾക്ക് തികച്ചും അനുകൂലമായിരിക്കും. ആഴ്ചയുടെ അവസാന പകുതിയിൽ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഈ കാലയളവിൽ ഭൂമി, കെട്ടിടം, വാഹനം എന്നിവ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന മാർഗങ്ങൾ വന്നു ചേരും. സ്നേഹബന്ധങ്ങൾ വളരെയധികം ദൃഢമാകുകയും ചെയ്യും. നിങ്ങളുടെ പ്രണയബന്ധം വിവാഹമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. പൊതുവെ വളരെയധികം ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വീടും വാഹനവും വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവ ലഭ്യമാകുന്നതാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി വളരെയധികം കൈവരും. ഉദ്യോഗങ്ങളിലുള്ളവർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകുന്നതാണ്. പൊതുരംഗത്തുള്ളവർക്ക് ആദരവ് വന്നുചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. രാജയോഗങ്ങൾ പൂർണ്ണമാകുന്നതിന് വിഘ്നേശ്വര ബലി അതല്ലെങ്കിൽ രാജരാജേശ്വരി പൂജ ഇവ നടത്തുന്നത് മൂലം സർവ്വ സൗഭാഗ്യങ്ങളും ഈ രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.